പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് വീണ്ടും സ്വർണ്ണാഭരണം കൊടുക്കണം മുത്തശ്ശി. അതോടുകൂടി ജലജയ്ക്ക് വല്ലാത്ത ദേഷ്യവും കുശുമ്പൊക്കെ ആവുന്നുണ്ട്. ഇവൾക്ക് എന്തുമാത്രം സ്വർണ്ണമാണ് വീണ്ടും വീണ്ടും കൊടുക്കുന്നത്. ഇവൾ പഠിച്ച കള്ളീനെ എല്ലാം മേടിക്കുന്നുണ്ട്, ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല. ഒരെണ്ണം പോലും അമ്മായിമ്മയെ എനിക്കും തരുന്നില്ല. അമ്മയ്ക്കാണെങ്കിലും മോൾക്ക് തരണം എന്നുള്ളൊരു വിചാരമില്ലാത്തൊരു തള്ള എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജലജ ഇങ്ങനെ മനസ്സിൽ പ്രാവാണ്. നവ്യ വീണ്ടും സ്വർണ്ണാഭരണമൊക്കെ ധരിക്കുന്ന അങ്ങനെ ഒരുപാട് സ്വർണ്ണം കിട്ടിയിട്ടുണ്ട് നവ്യ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും അഭി കറക്റ്റ് സമയത്ത് തന്നെ എത്തുന്നുണ്ട്. നവ്യയ്ക്ക് മുല്ലപ്പൂവൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് തലയിൽ വെച്ച് കൊടുത്ത് നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ കൂടി തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് മുകളിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് കനക നമ്മുടെ ദേവയാനിക്കിട്ടൊരു പണി കൊടുക്കുന്നതും അവിടെ നിന്ന് നയനനെയും വിളിച്ച് പോകുന്നതൊക്കെ. എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്. നന്ദു എന്തായാലും പതീവ സുന്ദരിയായിട്ടാണ് വന്നത്. നന്ദുവിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. നന്ദുവിൻ്റെ മുഖത്തെ സ്നേഹവും പ്രണയമൊക്കെ നമ്മുടെ വല്യമ്മയും അതായത് ദേവയാനിയും നയനയൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായിരുന്നു. നന്ദുവിനായാലും അങ്ങനെ തന്നെയായിരുന്നു. അനിയനെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹവും പ്രണയമൊക്കെ കണ്ണുകളിൽ തിളങ്ങി നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അവരും നന്ദുവിനെയും അനിയനെയും പിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അവർക്ക്. പിന്നീട് അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മുടെ അബിക്ക് വല്ലാത്തൊരു പ്രശ്നം തന്നെയായിരുന്നു. അവൾ നവ്യ പോയപ്പോൾ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ നാശം, ഒരുപാട് നാളായി പാമ്പ് പിടിച്ച പോലെ അവൾ എന്നെ പിടിച്ചിരുന്നത്, പിടിമുറുക്കി ഇനിയിപ്പോൾ ഒരു സമാധാനമായി ഒന്ന് ഫ്രീ ആയി കിടക്കുക, ശല്യമില്ല, അങ്ങനെയൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ കിടക്കുമായിരിക്കും. പക്ഷേ ആ സമയത്ത് വീണ്ടും വീണ്ടും അനഘ വിളിക്കുന്നുണ്ട്. അനഘ വിളിച്ച് ശല്യം ചെയ്യുന്നത് കൊച്ചിനെ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്തായാലും അബിക്ക് അത് പറ്റില്ലല്ലോ. അനന്തപുരി തറവാട്ടിലേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അബിനെയും ആ കുഞ്ഞിനെയും അമ്മനെയും കൂടി ചൂലെടുത്ത് അടിച്ച് ഓടിക്കുന്ന അവസ്ഥ ഇനി അവിടെ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അബി വല്ലാത്ത ടെൻഷനിലായിരുന്നു. കുറച്ച് ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. അവളെ ഫോൺ എടുക്കാനും പറ്റില്ല, എടുത്ത് വിളിക്കുന്നിടത്തേക്ക് പോകാണ്ടും പറ്റില്ല. കാരണം എടുത്തില്ലെങ്കിൽ നേരത്തെ വീട്ടിലേക്ക് വരും. അങ്ങനത്തെ മുതലാണ്. അത്രയ്ക്ക് സാമർത്ഥ്യമുള്ള പെണ്ണിന് അവളെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആ സമയത്താണ് അബിക്ക് വല്ലാണ്ട് നമ്മുടെ നവ്യയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനും ഭേദം അവൾ തന്നെയായിരുന്നു എന്നൊരു തോന്നലും അയാളുടെ മനസ്സിൽ വന്ന് അയാൾക്ക് അങ്ങനെ നവ്യനോട് ആദ്യമായിട്ടൊരു സ്നേഹവും ഒരു പ്രണയമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. നവ്യനെ കാണാനൊക്കെ തോന്നിയിരുന്നു. പക്ഷേ കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിലേക്ക് പോയി നവ്യനെ കാണാൻ അഭിമാനവും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നവ്യനെ വിളിച്ച് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് അഭി.